കടലോരത്ത് വന്ന് ഇങ്ങനൊരു കാര്യം പറയേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. നമുക്കൊരു ക്ലാസ് റൂമിലിരുന്ന് ചെയ്താൽ മതിയല്ലോ. പക്ഷെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ മനോഹരമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് കയറി ചെല്ലുന്നുള്ളതാണ്. നമുക്കിടയിൽ ഒരുപാട് പേർക്ക് എന്തെങ്കിലും ഒരു ഹൃദയാഘാതമൊക്കെ ഉണ്ടായി അതിനതിജീവിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു റിക്കവറി ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ കടലോരത്ത് വെച്ച് തന്നെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചാൽ, നമുക്കൊരു ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തസപ്ലൈ ചെയ്യുന്ന കൊറോണറി ആർട്ടറിയിൽ എന്തെങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ടായിട്ട് അങ്ങോട്ടുള്ള രക്തോട്ടം കുറഞ്ഞു പോയി അങ്ങോട്ട് രക്തത്തിൻ്റെ ലഭ്യത കുറയുകയും ഓക്സിജൻ കിട്ടാതെ വരുമ്പം ആ കോശങ്ങൾക്ക് പ്രവർത്തനശേഷി നഷ്ടപ്പെട്ട് മരിച്ചു പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ആ കോശങ്ങൾ കേട്ടോ. ഇത് രണ്ട് തരത്തിലുള്ള കാണുന്നുണ്ട്. ST എലിവേഷൻ MI ഉണ്ട്, നോൺ ST എലിവേഷൻ MI ഉണ്ട്. അത് ECGയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ST എലിവേഷൻ MI എന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ ഒരു മുകൾ ലെയറിൽ നല്ലൊരു ശതമാനം കോശങ്ങൾക്കും പ്രവർത്തനശേഷി നഷ്ടപ്പെട്ടു പോകുന്നതാണ് ST എലിവേഷൻ MI എന്ന് പറഞ്ഞാൽ. നോൺ ST എലിവേഷൻ MI എന്ന് പറഞ്ഞാൽ ECGയിൽ ആ ST എലിവേഷൻ കാണൂല എന്നുള്ളതാണ്. തീർച്ചയായും ഹൃദയാഘാതത്തിന് ശേഷമുള്ള നമ്മുടെ ഒരു പൊരുത്തപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും നമ്മുടെ ശരീരത്തിൻ്റെ പൊരുത്തപ്പെടൽ മാത്രമല്ല, ഇതുണ്ടാകുമ്പോഴുള്ള ഒരുപാട് ആശങ്കകളും ഉത്കണ്ഠകളും ഉണ്ടാവും. അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അതൊക്കെ നികത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ഇതുണ്ടായവർ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ആശങ്കയുടെയും ഉത്കണ്ഠയുടെയും ഒരു എപ്പിസോഡിന് വീണ്ടും ഹൃദയാഘാതം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സംഭവിച്ചത് സംഭവിച്ചു, ഇനി വരുന്നത് തടയാൻ വേണ്ടിയിട്ട് മാക്സിമം ഉത്കണ്ഠകളും ആശങ്കകളും നമ്മൾ ഒഴിവാക്കാണ് വേണ്ടത്. പ്രത്യേകിച്ച് മിതമായി ചൂടാവുന്ന വ്യക്തികളൊക്കെ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിലും വല്ലാതെ വെറീഡാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം അത് ഹൃദയാഘാതത്തിൽ നിന്നുള്ള റിക്കവറി പ്രോസസ്സിന് വളരെ അനിവാര്യമുള്ളൊരു കാര്യമാണ്. ഹൃദയാഘാതമൊക്കെ ഉണ്ടായതിന് ശേഷം ഒരു ഡോക്ടർ കുറേ കാലത്തേക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ ഒരു മെഡിസിൻസ് എഴുതി തരാറുണ്ട്. പ്രത്യേകിച്ച് ആസ്പിരിൻ ഗുളികകൾ, ക്ലോപ്പിഡ്രോഗൽ, ഇതുപോലൊക്കെയുള്ള മെഡിസിൻസ് ഉൾപ്പെടെ ചിലരത് നിസ്സാരവൽക്കരിക്കാറുണ്ട്. തീർച്ചയായും മറ്റൊരു ഹൃദയാഘാതം വരാതിരിക്കാൻ തടയാൻ ഏറ്റവും സഹായിക്കുന്ന ഗുളികകളാണ് അവർ തരുന്നത്. മനസ്സിലായില്ലേ? ആ ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഗുളിക കഴിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കാളും എത്രയോ മടങ്ങാണെന്ന് മനസ്സിലാക്കിയിട്ട് ഡോക്ടർ എഴുതി തരുന്ന മെഡിസിൻ കറക്റ്റായിട്ട് തന്നെ കഴിക്കേണ്ടതുണ്ട്. ചില പല ആൾക്കാരെയും കാണാറുണ്ട്, ഒരു ഡ്യൂറേഷനെ കഴിഞ്ഞാൽ അത് നിർത്തും, എന്നിട്ട് വീണ്ടും ഹൃദയാഘാതം എന്നൊക്കെ വരുന്ന സാഹചര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒക്കെ അത് ഉണ്ടായിക്കഴിഞ്ഞ ഒരാൾ പിന്നെ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ രീതി അനുവർത്തിക്കാൻ തയ്യാറാവണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം ഉൾപ്പെടുത്തി, പിന്നെ മെലിഞ്ഞ പ്രോട്ടീനുകൾ ഉൾപ്പെടുത്തി, നല്ല കൊഴുപ്പുകൾ ഉൾപ്പെടുത്തി ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണ രീതി പിന്തുടരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വ്യായാമം, അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഒരു ഹൃദയാഘാതം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് വ്യായാമം, അതൊരു ഡോക്ടറുടെ നിർദ്ദേശാനുസരിച്ച് ഒറ്റയടിക്ക് തന്നെ പോയിട്ട് വളരെ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്തേക്കരുത്. കാരണം അതൊക്കെ പിന്നീട് അപകടം ഉണ്ടാക്കുക, അത് ഹൃദയത്തിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഹൃദയാഘാതം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക. അതിന് പകരം മിതമായ എക്സസൈസുകൾ ഡോക്ടർ എങ്ങനെയാണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. നമ്മുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യൽ ഏറ്റവും നിർബന്ധമാണെന്ന് പറഞ്ഞു. അതുപോലെ ചില ആൾക്കാരൊക്കെ ഈ പുകവലിയോടൊക്കെ ഉള്ള അഡിക്ഷനുണ്ട് ഈ ഒരു ഹൃദയാഘാതം ഉണ്ടാക്കി കഴിഞ്ഞാലും പിന്നെയും വലിക്കുന്നവരൊക്കെ ഉണ്ട്. ശുദ്ധ മണ്ടത്തരാണ്. നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തോടോ നിങ്ങളെ ആരോഗ്യത്തോടോ അല്ലെങ്കിൽ നിങ്ങളെ ജീവനോടോ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് ചെയ്യൂലായിരുന്നു. ഒരിക്കലും പാടില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും പാടില്ല. പിന്നെ മദ്യപിക്കുക, ഓവറായിട്ട് മദ്യപിക്കുക, ഇതൊന്നും പിന്നെ പാടുള്ളതല്ല. കാരണം പിന്നീട് ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് ഉണ്ടാകുന്നത് നമ്മൾ തീർച്ചയായിട്ടും തടയേണ്ടതുണ്ട്. ചില ആൾക്കാരൊക്കെ എനിക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല, ഇൻഷുറൻസ് ഉണ്ടെന്ന് ചിലപ്പോൾ ഒരു ഹൃദയാഘാതം മതിയാവും, ചിലപ്പം ജീവൻ അപ്പം തന്നെ അപഹരിക്കാൻ. ഒരു പ്രാവശ്യം നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം ചിലപ്പം അതൊരു സഡൻ ഡെത്തായിട്ടായിരിക്കും വരുന്നത്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു എക്സ്ക്യൂസും ചെയ്യേണ്ട കാര്യമില്ല, നമ്മളത് നിർത്തി തന്നെ വേണം. പിന്നെ ഒരുപാട് കാർഡിയാക് റീഹാബിലിറ്റേഷൻ സെൻ്ററുകളൊക്കെ ഉണ്ട്. ആ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്റർ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ, എന്ത് വ്യായാമം ചെയ്യണം, എന്തൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യണം, എന്തൊക്കെ ഭക്ഷണക്രമം ഫോളോ ചെയ്യണം, സ്ട്രെസ് മാനേജ്മെൻറ്റിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിനൊക്കെ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചേരുക. മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രോഗ്രസ്സുകൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ തിരിച്ചുവരവാണ്. ശരിക്കും ഒരുപാട് ഹോബികളിൽ ഈ പ്രഷറബിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുപോലെ കടലൊക്കെ നിരീക്ഷിച്ച് പ്രകൃതിയൊക്കെ നിരീക്ഷിച്ച് നിങ്ങൾ ഈ രണ്ടാം വരവ് നിങ്ങൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ആഘോഷിക്കുകയാണ് വേണ്ടത്.
ഒരുപാട് പോസിറ്റീവ് കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങൾ മുഴുകുക. ഒരു ഹൃദയാഘാതം ഉണ്ടായപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതാണ് ജീവൻ്റെ വില. ആ ജീവൻ്റെ വില ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. മറ്റൊന്ന് വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണ പരിശ്രമങ്ങളും പൂർണ്ണ ലൈഫ് അഡാപ്റ്റേഷനും നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. ബി ഹെൽത്തി.